ഒളിമ്പ്യൻ അന്തോണി ആദം, പ്രിയം തുടങ്ങിയ സിനിമകളിലൂടെ ബാലതാരമായി തിളങ്ങിയ നടനാണ് അരുൺ കുമാർ. തിരുവനന്തപുരം പൂജപ്പുരക്കാരനായ അരുൺ 8 വർഷം മുമ്പായിരുന്നു വിവാഹിതനായത്. ഡോക്ടറായ പാർവതിയെ വിവാഹം കഴിച്ച അരുൺ ഇപ്പോൾ തന്റെ അച്ഛന്റെ വേർപാടിൽ ഹൃദയം തകർന്നാണിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു അച്ഛന്റെ മരണം സംഭവിച്ചത്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പെട്ടെന്നായിരുന്നു അച്ഛന്റെ മരണം. ഇപ്പോൾ ആ വേർപാടിൽ ഹൃദയം തകർന്നാണ് പൂജപ്പുരയിലെ വീട്ടിൽ അരുൺ ഇരിക്കുന്നത്. കാരണം അച്ഛനുമായി അത്രത്തോളം അടുത്തുനിന്ന മകനായിരുന്നു അദ്ദേഹം. കുട്ടിക്കാലത്ത് തനിക്ക് ആവോളം സ്നേഹവും വാത്സല്യവും പകർന്നു തന്ന അച്ഛനെ താൻ മുതിർന്നപ്പോൾ ഒരു കുഞ്ഞിനെ പോലെയാണ് അരുൺ തിരിച്ച് സ്നേഹിച്ചത്. അമ്മയും അങ്ങനെ തന്നെയായിരുന്നു അച്ഛനെ കരുതിയത്. അവർക്കിടയിലേക്കാണ് പൊടുന്നനെ അദ്ദേഹത്തിന്റെ മരണവാർത്ത എത്തിയതും. അരുണിന്റെ സിനിമാ ജീവിതത്തിനൊപ്പം പ്രോത്സാഹനങ്ങളുമായി നിന്ന ഒരച്ഛനായിരുന്നു അനിൽകുമാർ എസ് എന്ന മനുഷ്യൻ. ആദ്യം ബാലനടനായി തിളങ്ങി പിന്നീട് സഹനായക നിരയിലേക്ക് മകൻ ഉയർന്നപ്പോഴുമെല്ലാം അരുണിന്റെ തണൽ മരമായിരുന്നു ഈ അച്ഛൻ. പൂജപ്പുരയിലെ വീടിനടുത്ത് ഒരു ഹാർഡ്വെയർ കട നടത്തുകയായിരുന്നു അദ്ദേഹം. 40 വർഷത്തിലേറെയായി നടത്തിവരികയായിരുന്ന ആ കടയായിരുന്നു കുടുംബത്തിന്റെ ആദ്യ വരുമാനം. മകൻ സിനിമയിലേക്ക് എത്തിയപ്പോഴും അതിനുശേഷം അവന്റെ സ്വപ്നം അതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സിനിമകൾ ഇല്ലാതിരുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ഒരു ജോലി നോക്കൂ എന്ന് പോലും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. വർഷങ്ങളായി പ്രമേഹ രോഗിയായിരുന്നു അച്ഛൻ. അതിനിടെയാണ് 3 കൊല്ലമായി വൃക്കരോഗവും വലയ്ക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ വർഷം അസുഖം മൂർച്ഛിച്ച് ആശുപത്രിയിലായിരുന്നു. തിരിച്ചു വരില്ല എന്ന് കരുതിയിടത്തു നിന്നുമാണ് അച്ഛനെ തിരികെ ജീവിതത്തിലേക്ക് ഈ മകനും അമ്മയും എത്തിച്ചത്. അതിനുശേഷം ഒരു കുഞ്ഞിനെ പോലെയാണ് അവർ അച്ഛനെ കരുതിയതും. എന്നാൽ പെട്ടെന്നാണ് ശരീരത്തിൽ അങ്ങിങ്ങായി ചെറിയ ചുവപ്പ് പാടുകൾ കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുഴപ്പമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടെ അച്ഛന് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. ആ സമയത്ത് വീട്ടിലായിരുന്നു അരുൺ. പരിഭ്രാന്തയായുള്ള അമ്മയുടെ ഫോൺ വിളിക്ക് പിന്നാലെ ആശുപത്രിയിലേക്ക് ഓടിയെത്തിയപ്പോഴേക്കും അച്ഛൻ മരണത്തിലേക്ക് പോയ കാഴ്ചയാണ് അരുൺ കണ്ടത്. കുട്ടിക്കാലം മുതൽക്കേ അരുണിന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകി ഒപ്പം നിന്നയാളായിരുന്നു അദ്ദേഹം. സ്കേറ്റിംഗ് പഠിക്കാൻ ചേർത്തതും സിനിമയിൽ അവസരം വന്നപ്പോൾ എല്ലായിടത്തും കൊണ്ടുപോയിരുന്നതുമൊക്കെ അച്ഛനായിരുന്നു. സിനിമാ പ്രവർത്തകരായ നിരവധി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം ഒരു സിനിമാ പ്രേമിയൊന്നുമായിരുന്നില്ല. അധികം സിനിമകളും കാണാറുണ്ടായിരുന്നില്ല. ഒടുവിൽ അച്ഛൻ വിട പറഞ്ഞ് 41-ാം ദിവസം അതിൻ്റെ വേദനയെല്ലാം ഉറഞ്ഞുകൂടിയ ചില വരികൾ അരുൺ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്: അച്ഛാ, അങ്ങില്ലാത്ത 41 ദിവസം. ഇത്രയും സ്പെഷ്യലായ ഒരച്ഛനെ ലഭിച്ച ഞാൻ എത്ര ഭാഗ്യവാനാണ്. അത്രയധികം ഓരോ നിമിഷവും അങ്ങയെ മിസ് ചെയ്യും. ആ മാർഗനിർദ്ദേശങ്ങളും അങ്ങയുടെ സ്നേഹം എപ്പോഴും ഞങ്ങളിൽ ജീവിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്നും അങ്ങയെ സ്നേഹിക്കുന്നു അച്ഛാ എന്നാണ് അരുൺ വേദനയോടെ കുറിച്ചത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.